ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി PSC സ്റ്റഡി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഇതിനു മുന്നേ 2 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. വരുന്ന മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് അഡ്ജുറൻറ്റ് ആകുന്ന ആദ്യ വനിത ക്യാപ്റ്റൻ താനിയ സെർഗിൽ. 2020 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് അഡ്ജുറൻറ്റ് ആകുന്ന ആദ്യ വനിത ക്യാപ്റ്റൻ താനിയ സെർഗിൽ. 2020 മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ ജേതാവ് കെൻഡോ മൊമോണ്ടോ ജപ്പാൻ. 2020 മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ ജേതാവ് കെൻഡോ മൊമോണ്ടോ ജപ്പാൻ. ഇന്ത്യയുടെ പുതിയ സർവേയർ ജനറൽ നവീൻ തോമർ. 2020 ജനുവരിയിൽ സംഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ 8ാമത് വണ്ടേഴ്സ് ഓഫ് SCO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ സ്മാരകം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2020 ജനുവരിയിൽ സംഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 8ാമത് വണ്ടേഴ്സ് ഓഫ് SCO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്മാരകം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഗുജറാത്ത്. സെൻറ്റർ ഫോർ എക്സലൻസ് ഫോർ സ്റ്റഡീസ് ഇൻ ക്ലാസിക്കൽ തെലുങ്കു നിലവിൽ വന്നത് നെല്ലൂർ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ. സെൻറ്റർ ഫോർ എക്സലൻസ് ഫോർ സ്റ്റഡീസ് ഇൻ ക്ലാസിക്കൽ തെലുങ്കു നിലവിൽ വന്നത് നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. 2020 മേഘല ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളം. 2020 മേഘല ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്യുപ്ഡ് പോളിംഗ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ന്യൂഡൽഹി. 2020 ജനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാകരൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ എന്ന പേരിൽ പുസ്തകം പരിഭാഷപ്പെടുത്തിയത് ജയശ്രീ കളത്തിൽ. 2020 ജനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാകരൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ എന്ന പേരിൽ മലയാളം പരിഭാഷപ്പെടുത്തിയത് ജയശ്രീ കളത്തിലാണ്. 2020 ജനുവരിയിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് മൈക്കൽ ഡെബാബെത്ര പത്ര. 2020 ജനുവരിയിൽ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് മൈക്കൽ ഡെബാബെത്ര പത്ര. ഇന്ത്യയിൽ ആദ്യമായി ഏവിയൻ ഇൻഫ്ലുവൻസ A വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ഏവിയൻ ഇൻഫ്ലുവൻസ A വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. H9N2 ഏവിയൻ ഇൻഫ്ലുവൻസ A എന്ന് പറയുന്നത് H9N2 ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഏവിയൻ ഇൻഫ്ലുവൻസ A അതായത് H9N2 ബാധ സ്ഥിരീകരിച്ച വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2020 ജനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹയായത് മാധുരി വിജയ്, നോവൽ ദി ഫാർ ഫീൽഡ്. 2020 ജനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹയായത് മാധുരി വിജയ്, ബുക്ക് നെയിം ദി ഫാർ ഫീൽഡ്. 2020 ജനുവരിയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് ഏത് വിമാനവാഹിനിയിൽ ആണ് ആദ്യമായി ഇറക്കിയത്? അറസ്റ്റ് ലാൻഡിംഗ് INS വിക്രമാദിത്യ. 2020 ജനുവരിയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് ഏത് വിമാനവാഹിനിയിലാണ് ആദ്യമായി ഇറക്കിയത്? ഏത് വിമാനവാഹിനിയിലാണ് ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് ചെയ്തത്? INS വിക്രമാദിത്യ. കരിമ്പ് വിളയെ
പുൽച്ചാടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഫാർമർ അവയർനെസ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. കരിമ്പ് വിളയെ പുൽച്ചാടിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഫാർമർ അവയർനെസ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2020 ജനുവരിയിൽ അന്തരിച്ച ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന മലയാളി PT ഉമ്മർകോയ. 2020 ജനുവരിയിൽ അന്തരിച്ച ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന മലയാളി PT ഉമ്മർകോയ. ദ വിന്നിംഗ് സിക്സർ ലീഡർഷിപ്പ് ലെസൺ ടു മാസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് W.V. രാമൻ. ദ വിന്നിംഗ് സിക്സർ ലീഡർഷിപ്പ് ലെസൺ ടു മാസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് W.V. രാമൻ. 2018-19 GB രാജ പുരസ്കാര ജേതാക്കൾ: മുഹമ്മദ് അനസ് അത്ലറ്റിക്സ്, PC തുളസി ബാഡ്മിൻ്റൺ. 2018-19 GV രാജ പുരസ്കാര ജേതാക്കൾ: മുഹമ്മദ് അനസ് അത്ലറ്റിക്സ്, PC തുളസി ബാഡ്മിൻ്റൺ. 2018-19 മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് ജേതാവ് സതീവൻ ബാലൻ ഫുട്ബോൾ പരിശീലകൻ. 2018-19 മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് ജേതാവ് സതീവൻ ബാലൻ ഫുട്ബോൾ പരിശീലകൻ. 7ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ഇന്ത്യ റീജിയണൽ കോൺഫറൻസ് 2020 വേദി ലക്നൗ. 7ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ഇന്ത്യൻ റീജിയണൽ കോൺഫറൻസ് 2020 വേദി ലക്നൗ. സയൻസ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ SCIFFIയുടെ 2020 വേദി ഗോവ. സയൻസ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഗോവ. 2020 വേദി ഗോവ. പ്രഥമ ഫുഡ് പ്രോസസ്സിംഗ് സമ്മിറ്റ് 2020 വേദി ലഡാക്ക്. പ്രഥമ ഫുഡ് പ്രോസസ്സിംഗ് സമ്മിറ്റ് 2020 വേദി ലഡാക്ക്. 2020 U-19 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ പ്രിയം ഗാർഗ്. വേദി ദക്ഷിണാഫ്രിക്ക. 2020 U-19 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ പ്രിയം ഗാർഗ്. വേദി ദക്ഷിണാഫ്രിക്ക. ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ തോട്ട് 2020 വേദി IIM കോഴിക്കോട്. ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ തോട്ട്സ് 2020 വേദി IIM കോഴിക്കോട്. കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ ക്ലബ് ISL ക്ലബായ ATK കൊൽക്കത്തയിൽ ലയിച്ചു. കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ ക്ലബ് ISL ക്ലബായ ATK കൊൽക്കത്തയിൽ ലയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ശില്പിയായ ജോൺ പെന്നി ക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായ ജോൺ പെന്നി ക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. 2020 ജനുവരിയിൽ പെട്രോളിയം കൺസർവേഷൻ റിസർവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ധന സംരക്ഷണ പ്രചരണ പരിപാടി സക്ഷം. 2020 ജനുവരിയിൽ പെട്രോളിയം കൺസർവേഷൻ റിസർവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ധന സംരക്ഷണ പ്രചരണ പരിപാടി സക്ഷം. പ്രഥമ ഇന്റർനാഷണൽ ഹെറിറ്റേജ് സിംപോസിയം ആൻഡ് എക്സിബിഷൻ 2020 വേദി നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി. പ്രഥമ ഇന്റർനാഷണൽ ഹെറിറ്റേജ് സിംപോസിയം ആൻഡ് എക്സിബിഷന്റെ 2020 വേദി നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി. 2018-19 ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ ജേതാവ് TP ഔസേപ്പ് ലോങ് ജംപ് പരിശീലകൻ. 2018-2019 ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജേതാവ് TP ഔസേപ്പ് ലോങ് ജംപ് പരിശീലകൻ. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മിഖെയിൽ മിഷൂസ്റ്റിൻ. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മിഖെയിൽ മിഷൂസ്റ്റിൻ. 2019 സരസ്വതി സമ്മാനത്തിന് അർഹയായത് വാസുദേവ് മോഹി. 2019 സരസ്വതി സമ്മാനത്തിന് അർഹയായത് വാസുദേവ് മോഹി. ചെറുകഥാ സമാഹാരത്തിനാണ് ചെക്ക് ബുക്ക് എന്നാണ് നെയിം. 2019 സരസ്വതി സമ്മാനത്തിന് അർഹയായത് വാസുദേവ് മോഹി. ചെറുകഥാ സമാഹാരം ചെക്ക് ബുക്ക്. 2020
നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് CV ചന്ദ്രശേഖർ, ഭരതനാട്യം. 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് CV ചന്ദ്രശേഖർ, ഭരതനാട്യം. 5ാമത് റൈസിന ഡയലോഗ് 2020 വേദി ന്യൂഡൽഹി. 5ാമത് റൈസിന ഡയലോഗ് 2020 വേദി ന്യൂഡൽഹി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണറായി ഏറ്റവും വേഗത്തിൽ 7000 റൺസ് തികച്ച താരം രോഹിത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണറായി ഏറ്റവും വേഗത്തിൽ 7000 റൺസ് തികച്ച താരം രോഹിത് ശർമ്മ. 137 ഇന്നിങ്സ്. ഹാഷിം അംലയെ മറികടന്ന് 147 ഇന്നിങ്സായിരുന്നു ഹാഷിം അംലയെ. കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ 2ാമത്തെ സംസ്ഥാനം പഞ്ചാബ്. ആദ്യത്തെ സംസ്ഥാനം കേരളം, 2ാമത്തെ സംസ്ഥാനം പഞ്ചാബ്. കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ 2ാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ സംസ്ഥാനം കേരളം. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓർക്കിഡുകളെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി ധാരണയിലേർപ്പെട്ട ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓർക്കിഡുകളെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി ധാരണയിലേർപ്പെട്ട ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2020 ജനുവരി 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം GSAT-30. 2020 ജനുവരി 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം GSAT-30. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരം മാഗ്നസ് കാൾസൺ, നോർവേ. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരം മാഗ്നസ് കാൾസൺ, നോർവേ. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവയുടെ ക്വീൻസ് കൗൺസിൽ ഓഫ് കോർട്ട് ആയി നിയമിതനായ ഇന്ത്യൻ അഭിഭാഷകനാണ് ഹാരിസ് സാൽവി. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവയുടെ ക്വീൻസ് കൗൺസിൽ ഓഫ് കോർട്ട് ആയി നിയമിതനായ ഇന്ത്യൻ അഭിഭാഷകൻ ഹാരിസ് സാൽവി. 2020 WTA ഹോബാർട്ട് ഇന്റർനാഷണൽ ഡബിൾസ് വനിതാ വിഭാഗം ടെന്നീസ് ജേതാക്കൾ സാനിയ മിർസ, നാദിയ കിച്ചനോക്ക. 2020 WTA ഹോബാർട്ട് ഇന്റർനാഷണൽ ഡബിൾസ് വനിതാ വിഭാഗം ടെന്നീസ് ജേതാക്കളാണ് സാനിയ മിർസ, നാദിയ കിച്ചനോക്ക്, ഉക്രൈൻ. 2030 കാർബൺ നെഗറ്റീവ് ആക്കാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. പ്രഥമ ഇന്ത്യ നോർവേ ഡയലോഗ് ഓൺ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 2020 വേദി ന്യൂഡൽഹി. പ്രഥമ ഇന്ത്യ നോർവേ ഡയലോഗ് ഓൺ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ് 2020 വേദി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ മോഡൽ സ്പോട്ട് വില്ലേജ് ആകുന്നത് ബഹാദൂർപൂർ ഖേരി വിറാൻ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മോഡൽ സ്പോട്ട് വില്ലേജ് ആകുന്നത് ബഹാദൂർപൂർ ഖേരി വിറാൻ, ഉത്തർപ്രദേശ്. വിങ്സ് ഓഫ് ഇന്ത്യ 2020 ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ സെക്ടറിൻ്റെ വേദി ഹൈദരാബാദ്. വിങ്സ് ഇന്ത്യ 2020 ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ സെക്ടറിൻ്റെ വേദി ഹൈദരാബാദ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം വജ്ര. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം വജ്ര. ഇൻ്റർനാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NICയുടെ നേതൃത്വത്തിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നിലവിൽ വന്ന നഗരം ബാംഗ്ലൂർ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നിലവിൽ വന്ന നഗരം ബാംഗ്ലൂർ. 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബാപ്പുനാട്ട് കർണി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ തുടർച്ചയായി 21 മെയ്ഡർ ഓവറുകൾ എറിഞ്ഞ് റെക്കോർഡിട്ട വ്യക്തിയാണ്. 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബാപ്പുനാട്ട് കർണി. സുപ്രീം കോടതിയുടെ റോഡ് സുരക്ഷാ കമ്മിറ്റിയുടെ പുതിയ തലവൻ ജസ്റ്റിസ് AM സ്പ്രൈ. സുപ്രീം കോടതിയുടെ റോഡ് സുരക്ഷാ കമ്മിറ്റിയുടെ പുതിയ തലവൻ ജസ്റ്റിസ് AM സ്പൈ. ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ മാസ്റ്റേഴ്സ് 2020 വനിതാ വിഭാഗം ജേതാവ് റെറ്റ്സ്നോക്ക് ഇൻഡാനോൺ, തായ്ലാൻഡ്. ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ മാസ്റ്റേഴ്സ് 2020 വനിതാ വിഭാഗം ജേതാവ് റാറ്റ്സ്നോക്ക് ഇൻഡാനോൺ, തായ്ലാൻഡ്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച
ലക്ഷ്മി അഗൽവാറിൻ്റെ ജീവിതകഥ പ്രമേയമാക്കി 2020 ജനുവരിയിൽ റിലീസ് ചെയ്ത ഹിന്ദി ചിത്രം ചപ്പാക്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാളിൻ്റെ ജീവിതകഥ പ്രമേയമാക്കി 2020 ജനുവരിയിൽ റിലീസ് ചെയ്ത ഹിന്ദി ചിത്രമാണ് ചാബക്. സംവിധാനം മേഘ ഗുൽസാർ. ലക്ഷ്മി അഗൽവാറായി വേഷമിട്ടത് ദീപിക പദുക്കോൺ. അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച നായകൻ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച നായകൻ വിരാട് കോഹ്ലി. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള വേദി തൃശ്ശൂർ. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി തൃശ്ശൂർ. ഉദ്ഘാടനം സിൽവർ എപ്പിഡെമിക് ബ്രസീൽ. ഉദ്ഘാടന നാടകം സിൽവർ എപ്പിഡെമിക്സ് ബ്രസീൽ. 2020 ജനുവരിയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യം ചൈന. 2020 ജനുവരിയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യം ചൈന. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയം. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ജയ് പി നഡ്ഡ. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ജയ് പി നഡ്ഡ. രണ്ടാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ 2020ൻ്റെ വേദി കൊൽക്കത്ത. 9ാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി കൊൽക്കത്ത. 18ാമത് ധാക്ക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020ൻ്റെ മികച്ച ചിത്രം കാസ്റ്റിൽ ഓഫ് ഡ്രീംസ്. 18ാമത് ധാക്ക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020ലെ മികച്ച ചിത്രം കാസ്റ്റിൽ ഓഫ് ഡ്രീംസ് ഇറാനിയൻ ചിത്രമാണ്. 2020 ജനുവരിയിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വ്യക്തി ഖജൻഡ്ര തപാ മഗർ. 2020 ജനുവരിയിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വ്യക്തി ഖജൻഡ്ര തപാ മഗർ, നേപ്പാൾ. 2020 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് K4. 2020 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ K4 പരിധി 3500 കിലോമീറ്റർ. ഇന്ത്യയുടെ പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് SK സൈനി. ഇന്ത്യയുടെ പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് SK സൈനി. 2020 ജനുവരിയിൽ ഓസ്ട്രേലിയയുടെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഹോണറിന് അർഹയായ ഇന്ത്യൻ വനിത കിരൺ മസൂംദാർ ഷോ. 2020 ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഹോണറിന് അർഹയായ ഇന്ത്യൻ വനിത കിരൺ മസൂംദാർ ഷോ. 2021 സെൻസസിൽ ഭിന്നലിംഗക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 2021 സെൻസസിൽ ഭിന്നലിംഗക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പ്രഥമ കൃഷി മന്ത്രാൻ 2020ൻ്റെ വേദി അഹമ്മദാബാദ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫുഡ് അഗ്രികൾച്ചറൽ ബിസിനസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സമ്മിറ്റാണ്. പ്രഥമ കൃഷി മന്ത്രാൻ അഹമ്മദാബാദ് ആണ് വേദി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ബിസിനസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സമ്മിറ്റാണ്. ഇന്ത്യയുടെ സഹായത്തോടെ മെറിടൈം റിസർച്ച് കോർപ്പറേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുടെ സഹായത്തോടെ മെറിടൈം റിസർച്ച് കോർപ്പറേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന രാജ്യം ശ്രീലങ്ക. വേൾഡ് എക്കണോമിക്സ് ഫോറം പ്രഥമ സോഷ്യൽ മൊബിലിറ്റി ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 70ാമത്. 1ാമത് ഡെൻമാർക്ക്. വേൾഡ് എക്കണോമിക്സ് ഫോറം പ്രഥമ സോഷ്യൽ മൊബിലിറ്റി ഇൻഡെക്സ് 2020ൻ്റെ ഇന്ത്യയുടെ സ്ഥാനം 76. 1ാമത് ഡെൻമാർക്ക്. 25ാമത് കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോമൺവെൽത്ത് വേദി ഒട്ടാവ, കാനഡ. 25ാമത് കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോമൺവെൽത്ത് വേദി ഒട്ടാവ, കാനഡ. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ആയ ആദ്യ വനിത ജാക്ലിൻ വില്യംസ്. 2020 ജനുവരിയിൽ നടന്ന വെസ്റ്റ് ഇൻഡീസ് അയർലൻഡ് മത്സരത്തിലാണ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ തേർഡ് അമ്പയറായി ആദ്യ വനിത ജാക്ലിൻ വില്യംസ്. 2020 ജനുവരിയിൽ നടന്ന വെസ്റ്റ് ഇൻഡീസ് അയർലൻഡ് മത്സരത്തിലാണ്. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് അർജുൻ മുണ്ടെ. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് അർജുൻ മുണ്ടെ.
SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ചല്ല ശ്രീനിവാസലു സെട്ടി. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ചല്ല ശ്രീനിവാസലു സെട്ടി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് 58 മത്സരങ്ങളിൽ നിന്നാണ്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ പുതിയ ചെയർപേഴ്സൺ നിബേദ മിശ്ര. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ MD ആൻഡ് CEO സഞ്ജീവ് ചദ്ദ. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ MD ആൻഡ് CEO സഞ്ജീവ് ചദ്ദ. കാനറ ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO ലിംഗം വെങ്കട പ്രഭാകർ. കാനഡ ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO ലിംഗം വെങ്കട പ്രഭാകർ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ MD ആൻഡ് CEO അദനുകുമാർ ദാസ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ MD ആൻഡ് CEO അദനുകുമാർ ദാസ്. 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മൻമോഹൻ സൂദ്. 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മൻമോഹൻ സൂദ്. ദ ഗേറ്റ്വേ എ സോഷ്യൽ കമൻ്ററി ഓൺ സേഫ്റ്റി ഓഫ് സീനിയർ സിറ്റിസൺസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഹരിഹരൻ ബാലഗോപാൽ. ദ ഗേറ്റ്വേ എ സോഷ്യൽ കമൻ്ററി ഓൺ സേഫ്റ്റി ഓഫ് സീനിയർ സിറ്റിസൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഹരിഹരൻ ബാലഗോപാൽ. ഹ്യൂമൻ ഡിഗ്നിറ്റി എ പർപ്പസ് ഇൻ പെർപെക്ച്വലി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അശ്വിനി കുമാർ. ഹ്യൂമൻ ഡിഗ്നിറ്റി എ പർപ്പസ് ഇൻ പെർപെക്ച്വിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അശ്വിനി കുമാർ. ഇന്ത്യയിലെ ഊബർ ഈറ്റ്സ് കമ്പനിയെ സ്വന്തമാക്കിയ കമ്പനി സൊമാറ്റോ. ഇന്ത്യയിലെ ഊബർ ഈറ്റ്സ് കമ്പനിയെ സ്വന്തമാക്കിയ കമ്പനി സൊമാറ്റോ. 2020 ജനുവരിയിൽ ഫിജിയിൽ നാശനഷ്ടങ്ങൾ ഇടയാക്കിയ ചുഴലിക്കാറ്റ് ടിനോ. 2020 ജനുവരിയിൽ ഫിജിയിൽ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയ ചുഴലിക്കാറ്റ് ടിനോ. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് RBSൻ്റെ ഇന്ത്യ ഹെഡായി നിയമിതനായത് പുനീത് സൂഡ്. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ ഇന്ത്യ ഹെഡായി നിയമിതനായത് പുനീത് സൂദ്. ലോകത്തിലെ ആദ്യ ലിവിങ് സെൽഫ് ഹീലിംഗ് റോബോട്ട് സോനോബോട്ട്സ്. ലോകത്തിലെ ആദ്യ ലിവിങ് സെൽഫ് ഹീലിംഗ് റോബോട്ട് സോനോബോട്ട് വികസിപ്പിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വെർമോണ്ട് ടഫ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുൻപ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2020 G77 ചെയർമാൻഷിപ്പ് വഹിക്കുന്ന രാജ്യം ഗയാന. 2020 G77 ചെയർമാൻഷിപ്പ് വഹിക്കുന്ന രാജ്യം ഗയാന. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ഹരിയാന. കേരളം 13ാം സ്ഥാനമാണ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ഹരിയാന. കേരളം 13ാമത് സ്ഥാനത്തേക്കാണ്. 2019 വേൾഡ് ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 51. 2019 വേൾഡ് ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 51. 1ാമത് നോർവേ. മരണപ്പെട്ട കർഷകർ, കൃഷിയിടങ്ങളിൽ വെച്ച് അംഗവൈകല്യം സംഭവിച്ചവർ മുതലായവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി കർഷക് ദുർഘത്ന കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. മരണപ്പെട്ട കർഷകർ, കൃഷിയിടങ്ങളിൽ വെച്ച് അംഗവൈകല്യം സംഭവിച്ചവർ മുതലായവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി കർഷക് ദുർഘത്ന കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2020 ജനുവരി 26 മുതൽ സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര.
2020 ജനുവരി 26 മുതൽ സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. 32ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2020 വേദി മുണ്ടൂർ പാലക്കാട്. 32ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2020 വേദി മുണ്ടൂർ പാലക്കാട്. 2ാമത് NIC ടെക് കോൺക്ലേവ് 2020 വേദി ന്യൂഡൽഹി. ഉദ്ഘാടകൻ രവിശങ്കർ പ്രസാദ്. 2ാമത് NIC ടെക് കോൺക്ലേവ് 2020 വേദി ന്യൂഡൽഹി. ഉദ്ഘാടകൻ രവിശങ്കർ പ്രസാദ്. ഗ്രീസിലെ ആദ്യ വനിതാ പ്രസിഡന്റ് കാറ്ററീന. ദ സ്റ്റോറി ഓഫ് യോഗ ഫ്രം ഇറ്റ്സ് ഏൻഷ്യന്റ് ഇന്ത്യ ടു ദ മോഡേൺ വെസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആലിസ്റ്റർ ഷെയറർ. ദ സ്റ്റോറി ഓഫ് യോഗ ഫ്രം ഏൻഷ്യന്റ് ഇന്ത്യ ടു ദ മോഡേൺ വെസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആലിസ്റ്റർ ഷെയറർ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. 2020 ജനുവരിയിൽ ഗ്രീൻ പീസ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ജാറിയ, ജാർഖണ്ഡ്. 2020 ജനുവരിയിൽ ഗ്രീൻ പീസ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ജാറിയ, ജാർഖണ്ഡ്. 2020 ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 72, ഒന്നാമത് സ്വിറ്റ്സർലൻഡ്. 2020 ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 72, ഒന്നാമത് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്ന രാജ്യം നൈജർ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്ന രാജ്യം ജൈനർ. ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ഇന്ത്യ ആഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യ കേന്ദ്രമാണിത്. 2020 ജനുവരിയിൽ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ICICI പ്രതിദിനം 20,000 രൂപ വരെ പിൻവലിക്കാം. 2020 ജനുവരിയിൽ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ICICI. 2020 ജനുവരിയിൽ ഇന്ത്യൻ ഓയിൽ ഏത് രാഷ്ട്രത്തിൻ്റെ നാഷണൽ പെട്രോളിയം അതോറിറ്റിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? ഘാനയിലെ നാഷണൽ LPG പ്രൊമോഷൻ പോളിസിയുടെ ഭാഗമായാണ്. 2020 ജനുവരിയിൽ ഇന്ത്യൻ ഓയിൽ ഏത് രാജ്യത്തിൻ്റെ നാഷണൽ പെട്രോളിയം അതോറിറ്റിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? ഘാന. ആന്ധ്രാപ്രദേശിൽ നിർദ്ദിഷ്ട തലസ്ഥാനങ്ങൾ: വിശാഖപട്ടണം, കുർണൂർ. അമരാവതി ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായി തുടരും. ആന്ധ്രാപ്രദേശിലെ നിർദ്ദിഷ്ട തലസ്ഥാനങ്ങൾ വിശാഖപട്ടണം, കുർണൂർ, അമരാവതി ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായി തന്നെ തുടരുന്നതാണ്. ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രി ഹസൻ ഡയബ്. ഇന്ത്യയുടെ ആദ്യ ഗ്ലോബൽ മെഗാ സയൻസ് എക്സിബിഷൻ വിഗ്യാൻ സമാഗം, നാഷണൽ സയൻസ് സെൻറ്റർ, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ മെഗാ സയൻസ് എക്സിബിഷൻ വിഗ്യാൻ സമാഗം, നാഷണൽ സയൻസ് സെൻറ്റർ, ന്യൂഡൽഹി. 2020 നാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 2020 നാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രമേയം ലേണിംഗ് ഓഫ് പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രമേയം ലേണിംഗ് ഓഫ് പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ജനുവരി 24-നാണ്. ട്രാൻസ്പെറൻസി എഡ്യൂക്കേഷൻ്റെ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം 80. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം 80. ഫസ്റ്റ് ന്യൂസിലാൻഡ്, ഡെൻമാർക്ക്. 11ാമത് ഇൻഡോർ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2020 വേദി ഓസ്ട്രേലിയ. 11ാമത് ഇൻഡോർ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2020 വേദി ഓസ്ട്രേലിയ. 2021 ICC വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ വേദി ന്യൂസിലാൻഡ്. 2021 ICC വേൾഡ് കപ്പിൻ്റെ വേദി ന്യൂസിലാൻഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയം നിർമ്മിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. 2020 ജനുവരിയിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച സമ്പൂർണ്ണ വനിതാ ക്യാമ്പ് സർവീസാണ് വുമൺ വിത്ത് വീൽസ്. 2020 ജനുവരിയിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര
വിമാനത്താവളത്തിൽ ആരംഭിച്ച സമ്പൂർണ്ണ വനിതാ ക്യാമ്പ് സർവീസ് വുമൺ വിത്ത് വീൽസ്. 2020 ജനുവരിയിൽ ശ്രീനഗറിൽ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി പ്രഖ്യാപിച്ചത്. 2020 ജനുവരിയിൽ ശ്രീനഗറിനെ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി പ്രഖ്യാപിച്ചു. 2020 നാഷണൽ വോട്ടേഴ്സ് ഡേ 2024 പ്രമേയമാണ് ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. 2020 നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 24 പ്രമേയമാണ് ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഞാൻ ഇങ്ങനെയുള്ള ഡേറ്റിൻ്റെ എല്ലാം സവിശേഷതകൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടി ലിംഗ്വൽ ചാറ്റ് ബോട്ടോടുകൂടി ഓൾ ഇൻ വൺ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. മൾട്ടി ലിംഗ്വൽ ചാറ്റ് ബോട്ടോടുകൂടി ഓൾ ഇൻ വൺ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. പത്മഭൂഷൺ നേടിയ കായിക താരം PV സിന്ധു ബാഡ്മിൻ്റൺ. പത്മഭൂഷൺ നേടിയ കായിക താരം PV സിന്ധു ബാഡ്മിൻ്റൺ. പത്മശ്രീ നേടിയ കായിക താരം സക്കീർ ഖാൻ ക്രിക്കറ്റ്. പത്മശ്രീ നേടിയ കായിക താരങ്ങൾ സക്കീർ ഖാൻ ക്രിക്കറ്റ്. ഫോറം ഓഫ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യയുടെ പുതിയ ചെയർമാൻ സുനിൽ അറോറ. ഫോറം ഓഫ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യയുടെ പുതിയ ചെയർമാൻ സുനിൽ അറോറ. ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2020 നടന്നത്? 71ാമത്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2020 നടന്നത്? 71. മുഖ്യ അതിഥി ജെയർ ബോൾസൊനാറോ, ബ്രസീൽ പ്രസിഡന്റ്. മുഖ്യ അതിഥി ജെയർ ബോൾസൊനാറോ, ബ്രസീൽ പ്രസിഡന്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യുണൈറ്റഡ് കിങ്ഡം പിൻവാങ്ങിയതോടുകൂടി ഇന്ത്യയിൽ നിലവിലുള്ള യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം 27. യൂറോപ്യൻ യൂണിയനിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം പിൻവാങ്ങിയതോടുകൂടി നിലവിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം 27. 2020 ജനുവരിയിൽ നടന്ന ഇൻ്റർനാഷണൽ സമ്മിറ്റ് ഓൺ വുമൺസ് ഇൻ സ്റ്റെം വിഷ്വലൈസിംഗ് ദ ഫ്യൂച്ചർ ന്യൂ സ്കൈലൈൻസിൻ്റെ വേദി ന്യൂഡൽഹി. 2020 ജനുവരിയിൽ നടന്ന ഇൻ്റർനാഷണൽ സമ്മിറ്റ് ഓൺ വുമൺ സ്റ്റെം വിഷ്വലൈസേഷൻ ഇൻ ഫ്യൂച്ചർ ന്യൂ സ്കൈലൈൻസിൻ്റെ വേദി ന്യൂഡൽഹി. 2020 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് മീസിൽസ് റബെല്ല വാക്സിനുകളുടെ 30,000 ഡോസുകൾ നൽകിയത്? മാലിദ്വീപ്. 2020 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് മീസിൽസ് റുബെല്ല വാക്സിനുകളുടെ 30,000 ഡോസുകൾ നൽകിയത്? മാലിദ്വീപ്. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ബംഗ്ലാദേശ്. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ബംഗ്ലാദേശ്. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ 119ാമത് രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസുകൾക്കായി PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് PSC സ്റ്റഡി.